ഇന്ന് എങ്ങനെയാണ് ഒരു GL അക്കൗണ്ട് ഡോക്യുമെൻ്റ് SAP സിസ്റ്റത്തിൽ പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിൽ ടി കോഡ് FB50 ആണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. 2 തരത്തിലുള്ള ഡോക്യുമെൻ്റ് ഉണ്ട്. അതിൽ FB50 ആണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. നമുക്കിത് SAP സിസ്റ്റത്തിൽ നാവിഗേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ അക്കൗണ്ടിങ്ങിൽ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ, ജനറൽ എഡ്ജറിൽ ഡോക്യുമെൻ്റ് എൻട്രി എന്ന് പറയുന്ന ഫോൾഡറിൽ FB50 എന്ന ഡോക്യുമെൻ്റ് ടൈപ്പ് ട്രാൻസാക്ഷൻ കോഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ കമാൻഡ് ബാറിൽ നേരിട്ട് FB50 എന്ന് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ടി കോഡ് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കമാൻഡ് ബാറിൽ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്ത് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. FB50 ഡോക്യുമെൻ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടൈറ്റിൽ ബാറിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഏത് ഡോക്യുമെൻ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ടൈറ്റിൽ ബാറിൽ കാണാൻ പറ്റും. എൻ്റർ GL അക്കൗണ്ട് ഡോക്യുമെൻ്റ്, കമ്പനി കോഡ് THJ1. നിങ്ങളുടെ കമ്പനി കോഡുകളിൽ നിങ്ങൾ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് കമ്പനിയിലാണ് ആ കമ്പനിയിലേക്ക് ആണ് ആ ഡോക്യുമെൻ്റ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കൺഫേം ചെയ്യേണ്ടത് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്ന കമ്പനി തന്നെയാണോ, കമ്പനി കോഡ് തന്നെയാണോ സിസ്റ്റം ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. നോർമലി നിങ്ങൾ ലാസ്റ്റ് യൂസ് ചെയ്ത കമ്പനി കോഡിലായിരിക്കും ഡിഫോൾട്ടായിട്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ സിസ്റ്റം ഓപ്പൺ ചെയ്ത് തരിക. അതായത് നിങ്ങൾക്ക് 10 കമ്പനി കോഡാണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ കീഴിലുള്ളതെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്ത അതിനുശേഷം ലോഗ് ഓഫ് ചെയ്ത കമ്പനി കോഡിലായിരിക്കും നിങ്ങൾ നെക്സ്റ്റ് ടൈം ലോഗ് ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ അടുത്ത തവണ മറ്റൊരു കമ്പനി ആണ് എങ്കിൽ നിങ്ങൾക്ക് കമ്പനി കോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കതിലേക്ക് ആ ഒരു റെക്കോർഡ് കമ്പനിയിലേക്ക് നിങ്ങളുടെ ട്രാൻസാക്ഷന് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതേ കമ്പനി തന്നെയാണ് എങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. ആ കമ്പനി തന്നെയാണ് എങ്കിൽ ജസ്റ്റ് നാവിഗേറ്റ് ചെയ്ത് പോയാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനെ 3 തിരിക്കാൻ പറ്റും. ഈ ഒരു ടി കോഡിൽ ഈ കാണുന്ന ഈ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് 3 ഫീൽഡുകളായിട്ട് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് ഇൻഫർമേഷൻ ബേസിക് ഡാറ്റ എന്ന് SAP പറയുന്ന ഫീൽഡാണ്. ബേസിക് ഡാറ്റയിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റിൻ്റെ ബേസിക് ഡാറ്റകൾ എൻ്റർ ചെയ്യേണ്ട ഫീൽഡാണ്. അതായത് ഡോക്യുമെൻ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് ആണ്. ഒറിജിനൽ ഡോക്യുമെൻ്റ് നിങ്ങൾ കാണുമ്പോൾ ആ ഡോക്യുമെൻറ്റിൽ ഏത് ഡേറ്റ് ആണോ ഉള്ളത് ആ ഡേറ്റ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റിൽ 25/4/2026 എന്ന ഡേറ്റാണ്. ഈ ഡേറ്റാണ് നിങ്ങൾ ഡോക്യുമെൻറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ ആ ഡോക്യുമെൻ്റ് ഡേറ്റിൽ നിങ്ങൾക്ക് ഡേറ്റുകൾ എൻ്റർ ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് ഇല്ല. അതൊരു റെക്കോർഡ് ഫീൽഡാണ് എന്ന് മാത്രമേ ഉള്ളൂ, റെസ്ട്രിക്ഷൻസ് ഇല്ല. നിങ്ങൾക്ക് അവിടെ ഏത് ഡേറ്റും എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ബുക്സ് ഓപ്പൺ ആണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി നിങ്ങൾക്ക് അത് അവിടെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ അവിടെ കമ്പനിയുടെ പോളിസി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി എങ്ങനെയാണോ നിങ്ങളുടെ അഡ്വൈസ് ചെയ്യുന്നത് ആ രീതിയിൽ വേണം നിങ്ങൾ അവിടുത്തെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കോളം സിസ്റ്റം നാവിഗേറ്റ് ചെയ്ത് പോകുന്നത് കറൻസി കോളത്തിലായിരിക്കും. കറൻസി കോളത്തിൽ അവിടെ ഡിഫോൾട്ട് കറൻസി നിങ്ങൾക്ക് ഷോ ചെയ്തിട്ടുണ്ടാവും. ഈ കറൻസി എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനി കോഡ് കറൻസി ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ആ കറൻസി സ്വിച്ച് ചെയ്തിട്ട് ഡോക്യുമെൻ്റ് കറൻസി ഏതാണോ ആ കറൻസിയിൽ നിങ്ങൾക്ക് ആ ഡോക്യുമെൻ്റ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അത് നിങ്ങൾക്ക് ലിമിറ്റേഷൻ അവിടെ ഇല്ല. നോർമലി നിങ്ങൾക്ക് പെർമിറ്റഡായ കറൻസികൾ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ SAP തരാറുണ്ട്. മൂന്നാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് പോസ്റ്റിംഗ് ഡേറ്റ് ആണ്. നിങ്ങൾ ഏത് പീരീഡിലാണ് ഈ ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നത് ഫിക്സ് ചെയ്യുന്നത് പോസ്റ്റിംഗ് ഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സാധാരണഗതിയിൽ നിങ്ങൾ ഈ കറണ്ട് പീരീഡിൻ്റെ ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഡോക്യുമെൻ്റ് ഡേറ്റും പോസ്റ്റിംഗ് ഡേറ്റും നോർമലി സെയിം ഡേറ്റ് ആയിരിക്കും. ഇനി പ്രീവിയസ് പീരീഡിൻ്റെ ഡോക്യുമെൻ്റൊക്കെ ആണെങ്കിൽ പോസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് കറണ്ട് പീരീഡിൻ്റെ ഫസ്റ്റ് ഡേയിലൊക്കെ ആയിരിക്കും. ഇതും കമ്പനി തന്നെയാണ് നിങ്ങളോട് അഡ്വൈസ് ചെയ്യും, ഈ രീതിയിൽ ഇത് പ്രോസസ്സ് ചെയ്യണമെന്ന് കമ്പനി അഡ്വൈസ് ചെയ്യും. നോർമലി ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നെക്സ്റ്റ് കോളം നമുക്ക് റെഫറൻസ് ആണ്. റെഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൽ കിട്ടുന്ന റെഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഡോക്യുമെൻറ്റിൽ ഇൻവോയ്സ് നമ്പർ 10654 എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് INV 10654 എന്ന റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റിൻ്റെ മറ്റെന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള റെഫറൻസ് ഏതാണോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് കോളം പറയുന്നത് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് ഹെഡർ ടെക്സ്റ്റ് ആണ്. നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഡോക്യുമെൻ്റ് എന്താണ് എന്നൊന്ന് ബ്രീഫ് ചെയ്യുന്നൊരു സെക്ഷനാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് 26 ക്യാരക്ടേഴ്സാണ് മാക്സിമം എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്പേസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരുപാട് വലിയ നറേഷൻസ് ഒന്നും ഇവിടെ കൊടുക്കാൻ പറ്റില്ല. 26 ക്യാരക്ടറിൽ നിങ്ങൾക്കത് ഷോർട്ടൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. 26 ക്യാരക്ടറിൽ ഷോർട്ടൻ ചെയ്ത് കൊടുക്കാമെന്ന് പറയുമ്പം അത് നിങ്ങൾക്കൊരു പ്രാക്ടിക്കലി അതൊരു മനസ്സിലാകുന്ന രീതിയിൽ വേണം നിങ്ങൾ അത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നിങ്ങൾ റെൻ്റൊക്കെയാണ് പേ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ റെൻറ്റ് ഓഫീസാണെങ്കിൽ ഓഫീസ്, അല്ലെങ്കിൽ ആ ഓഫീസിൻ്റെ ആ ഒരു എന്താ പറയുക കോസ്റ്റ് സെൻറ്റർ അവൈലബിൾ ആണ്, ആ കോസ്റ്റ് സെൻറ്റർ നമ്പർ കൊടുക്കാം. അതിനുശേഷം മന്ത് ഇയർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 042026 ഇങ്ങനെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പാറ്റേൺ എപ്പോഴും ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കണം സ്ഥിരമായിട്ട് കൊടുക്കേണ്ടത് എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് അക്കൗണ്ട് ഇൻഫർമേഷൻ നെക്സ്റ്റ് കോളം നമുക്ക് എമൗണ്ട് ഇൻഫർമേഷനാണ്. എമൗണ്ട് ഇൻഫർമേഷൻ കോളത്തിൽ നെക്സ്റ്റ് നമുക്ക് എമൗണ്ട് ഇൻഫർമേഷനാണ്. എമൗണ്ട് ഇൻഫർമേഷനിൽ ടോട്ടൽ ഡെബിറ്റ്, ടോട്ടൽ ക്രെഡിറ്റ് എന്ന 2 ഫീൽഡുകൾ അവൈലബിൾ ആയിരിക്കും. ഈ 2 ഫീൽഡുകളും ഫ്രോസൺ ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേ സ്കെയിലായിരിക്കും കാണിക്കുക. കാരണം ഇത് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന വാല്യൂ അല്ല, സിസ്റ്റം നമ്മുടെ ടോട്ടൽ ഡെബിറ്റുകളുടെയും ടോട്ടൽ ക്രെഡിറ്റുകളുടെയും ഡീറ്റെയിൽസ് നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഇവിടെ നമുക്ക് 3 ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കും. അതായത് ഇവിടെ ഒരു ഓറഞ്ച് ട്രയാങ്കിളാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തതെങ്കിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തിട്ടില്ല, ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ്. നിങ്ങൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ കളറ് റെഡിലേക്ക് മാറും. അതായത് നിങ്ങൾ വൺ സൈഡ് മാത്രമേ എൻ്റർ ചെയ്തുള്ളൂ എങ്കിൽ ബാലൻസ് നോട്ട് ഈക്വൽ 0 എന്നും, നിങ്ങൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയി കഴിഞ്ഞാൽ ബാലൻസ് ഈ 0 എന്നും സിസ്റ്റം കാണിക്കും. അപ്പോൾ അത് ഗ്രീൻ ഐക്കണിലേക്ക് മാറും. അപ്പോൾ നിങ്ങൾക്കത് ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും തമ്മിൽ മാച്ച് ആയോ എന്ന് സിമ്പിളി ഇവിടെ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് മൾട്ടിപ്പിൾ ലൈൻ ഐറ്റങ്ങൾ ഉണ്ട് എങ്കിൽ ചിലപ്പോൾ നമുക്കത് കൺഫ്യൂഷനാവും. നമ്മൾ എൻ്റർ ചെയ്ത് ടോട്ടൽ മാച്ച് ആയോ ഇല്ലെന്ന് കൺഫ്യൂഷനാവും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ളൊരു ഓപ്ഷനാണ് ഇത്. അതിൻ്റെ കൂടെ നമുക്കൊരു പറയാൻ പറ്റുന്നത്, നമുക്ക് ലൈൻ ഐറ്റത്തിൽ ടോട്ടൽ നിങ്ങൾക്ക് 999 ലൈനുകൾ എൻ്റർ ചെയ്യാൻ SAP നിങ്ങൾക്ക് ഫെസിലിറ്റി തരുന്നുണ്ട്. ഇത്രയും മാത്രം ലൈൻ ഐറ്റങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടി ഫെസിലിറ്റി തരുന്നുണ്ട്. നമ്മളിപ്പോൾ ചിലപ്പോൾ 100 കണക്കിന് ലൈൻ ഐറ്റങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഡോക്യുമെൻറ്റിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ടോട്ടൽ എത്ര ലൈൻസ് എൻ്റർ ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ചിലപ്പോൾ എത്രയാണ് എമൗണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് അത് മാച്ച് ആയോ എന്ന് അറിഞ്ഞില്ല എങ്കിൽ അതിന് മറ്റ് ചില ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ എന്നാലും അത് മാച്ച് ആയോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മളെ വളരെ സഹായിക്കാറുണ്ട്. മൂന്നാമത്തെ ലൈൻ ഐറ്റം ഇൻഫർമേഷനാണ്. ലൈൻ ഐറ്റം ഇൻഫർമേഷൻ എന്നുള്ളത് നിങ്ങൾ ലൈൻ ഐറ്റത്തിൽ കൊടുക്കുന്ന ഇൻഫർമേഷനുകളാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം ഒരു ഡോക്യുമെൻ്റ് നോർമലി പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു അക്കൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള വാല്യൂ ആവശ്യമുണ്ട്, എമൗണ്ട് ആവശ്യമുണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നോർമലി നമുക്ക് ആവശ്യമുള്ളത്. ഏകദേശം അതേ ഇൻഫർമേഷനൊക്കെ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്കൊരു GL അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഫീൽഡുണ്ട്. GL അക്കൗണ്ട് എന്ന ഫീൽഡിൽ നിങ്ങൾക്ക് ആ GL അക്കൗണ്ട് നമ്പറാണ് SAP ഉപയോഗിക്കുന്നത്, നമ്പർ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഷോർട്ട് ടെക്സ്റ്റ് എന്ന കോളാണ്. ഷോർട്ട് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഷോർട്ട് ടെക്സ്റ്റ് സിസ്റ്റം ഓട്ടോമാറ്റിക്കാണ്. അപ്പം നമുക്കവിടെ ഓട്ടോ ഫില്ലാണ്, സിസ്റ്റം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്തോളും. പിന്നെ ഡെബിറ്റ് ക്രെഡിറ്റ് ഇൻഡിക്കേറ്ററാണ്. ഡെബിറ്റ് ക്രെഡിറ്റ് ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സെലക്ഷൻ കോളമാണ്, നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. എമൗണ്ട് ഇൻ ഡോക്യുമെൻ്റ് കറൻസി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇവിടെ കൊടുത്ത കറൻസി ഏതാണോ ആ കറൻസിയിൽ അത് എൻ്റർ ആവുന്നു, ആ എമൗണ്ട് കൊടുക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനി കോഡ് USD ആണ്. നിങ്ങളിപ്പോൾ ഒരു 100 ഇന്ത്യൻ റുപ്പീസിൻ്റെയാണ്, 100 രൂപയുടെ ഒരു ഡോക്യുമെൻ്റാണ്. ഇവിടെ 100 എന്ന് കൊടുക്കുമ്പോൾ സിസ്റ്റം അത് 100 എന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അതായത് നിങ്ങൾ കറൻസി ഏതാണോ ആ കറൻസിയെ സിസ്റ്റം ആ കറൻസിയിലാണ് സിസ്റ്റം ഡോക്യുമെൻ്റ് പ്രോസസ്സ് ചെയ്യുക. അത് ഡോക്യുമെൻ്റ് കറൻസി എന്ന് പറയും. അതിനെ നിങ്ങളുടെ കമ്പനി കോഡ് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ലോക്കൽ കറൻസി എമൗണ്ട്. കമ്പനി കോഡിനാണ് ലോക്കൽ കറൻസി എന്ന് പറയുക. കമ്പനി കോഡ് കറൻസി, ലോക്കൽ കറൻസി. അപ്പോൾ അതിലേക്ക് സിസ്റ്റം അത് കൺവേർട്ട് ചെയ്യും. അപ്പം നമ്മളുടെ 100 റുപ്പീസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 1 ഡോളർ അത് സിസ്റ്റം കൺവേർട്ട് ചെയ്യും. നിങ്ങളുടെ കമ്പനി കോഡ് കറൻസി ഡോളർ ആണെങ്കിൽ. അല്ല നിങ്ങളുടെ കമ്പനി കോഡ് കറൻസി INR ആണ്, നിങ്ങളുടെ ഡോക്യുമെൻ്റ് INR തന്നെയാണെങ്കിൽ ഈ ഡോക്യുമെൻ്റ് കറൻസി ലോക്കൽ കറൻസി തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. സെയിം എമൗണ്ട് തന്നെ സിസ്റ്റോടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നോർമലി എൻ്റർ ചെയ്യുന്ന കോളം അസൈൻമെൻറ്റ് കോളമാണ്. അസൈൻമെൻറ്റ് കോളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ലൈൻ ഐറ്റം ഫിൽട്ടർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്.
അതായത് നിങ്ങൾ സോർട്ട് ചെയ്യുമ്പോഴൊക്കെ ഡോക്യുമെൻ്റ് ലൈൻ ഐറ്റം സോർട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും GL അക്കൗണ്ട് ലൈൻ ഐറ്റം ഒക്കെ നിങ്ങൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ സോർട്ട് ചെയ്യുമ്പോൾ സിസ്റ്റം അതിനെ നിങ്ങൾക്ക് ഏത് ഓർഡറിൽ സോർട്ട് ചെയ്യണം ഇത് നിങ്ങൾക്ക് മാനുവലി എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഓട്ടോമാറ്റിക് അസൈൻമെൻറ്റ് അവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ എമൗണ്ട് എൻ്റർ ചെയ്തില്ലെങ്കിലും നിങ്ങളവിടെ ഒരു വാല്യൂം കൊടുത്തില്ലെങ്കിലും അസൈൻമെൻറ്റ് നമ്പറിൽ ഒരു നമ്പർ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫില്ല് ചെയ്യും. അപ്പോൾ ആ സമയത്ത് അത് നോർമലി നിങ്ങൾ പോസ്റ്റിംഗ് ഡേറ്റൊക്കെ ആയിരിക്കും നോർമൽ GL അക്കൗണ്ടുകൾക്ക്. അത് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് അസൈൻ ചെയ്തോളും. അതും നിങ്ങളുടെ കമ്പനിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെയൊക്കെ ഡോക്യുമെൻറ്റ് അസൈൻമെൻറ്റ് നമ്പർ ഡിഫൈൻ ചെയ്യണമെന്നുള്ളത് കമ്പനി ഈ റെഫറൻസ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവും. കാരണം അത് മറ്റ് പല കാര്യങ്ങൾക്കും സോർട്ടിങ്ങിന് പുറമെ മറ്റ് പല കാര്യങ്ങളും പ്രത്യേകിച്ചും ക്ലിയറിങ് എന്ന പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. പല ക്ലിയറിങ് ഫങ്ഷനാലിറ്റിക്കും ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻമെൻറ്റ് നമ്പർ റഫറൻസായിട്ട് ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു ഓപ്ഷൻ നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് ലൈൻ ഐറ്റം ടെക്സ്റ്റ് ആണ്. ലൈൻ ഐറ്റം ടെക്സ്റ്റ് മീൻസ് ടെക്സ്റ്റ് എന്ന ഫീൽഡാണ്. ടെക്സ്റ്റിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ നിങ്ങൾക്ക് ലൈൻ ഐറ്റത്തിന് കൊടുക്കുന്ന നറേഷനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡാണ്. ടെക്സ്റ്റ് ഫീൽഡിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കൊടുക്കാൻ പറ്റും. ഇൻറ്റേർണൽ ടെക്സ്റ്റും എക്സ്റ്റേണൽ ടെക്സ്റ്റും SAP കോൺസെപ്റ്റിലുണ്ട്. ഇൻറ്റേർണൽ ടെക്സ്റ്റ് മീൻസ് നിങ്ങളൊരു ജസ്റ്റ് സിംപിളി ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ റെൻറ്റ് ഓഫീസ് 2026 നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ആ ഒരു ഇതാണ് വിത്തൗട്ട് ആസ്ട്രിക് എന്ന് പറയുന്നത്. നിങ്ങൾ ആസ്ട്രിക് പ്രിഫിക്സ് ചെയ്ത് നിങ്ങൾ ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇത് എക്സ്റ്റേണൽ ടെക്സ്റ്റാണ്. മീൻസ് ഇത് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്കത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞാൽ കസ്റ്റമർ ഇൻവോയ്സിലോ അല്ലെങ്കിൽ ഡണ്ണിങ് ലെറ്റേഴ്സിലോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് അഡ്വൈസ് നോട്ടീസിലോ അല്ലെങ്കിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ നിങ്ങൾക്കത് പ്രിൻറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആസ്ട്രിക് പ്രിഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് SAP തരുന്നൊരു അഡീഷണൽ പ്രിവിലേജാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റിന് മുകളിൽ ആസ്ട്രിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റേണലി പ്രിൻറ്റ് ചെയ്യാം. പക്ഷേ അത് FI ഓൺലി ആണ്. നിങ്ങൾക്ക് FI ഡോക്യുമെൻറ്റുകൾ മാത്രമേ അത് അവൈലബിൾ ആയിരിക്കുകയുള്ളൂ. അടുത്തൊരു കോളം നിങ്ങൾക്ക് കോസ്റ്റ് എലമെൻ്റ് ആണ്. കോസ്റ്റ് എലമെൻറ്റ് ബിസിനസ് ഏരിയ എവിടെയുണ്ട്? ബിസിനസ് ഏരിയ കോസ്റ്റ് എലമെൻ്റ് അല്ല. ബിസിനസ് ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് ബിസിനസ് ഏരിയ ഉപയോഗിക്കുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഐറ്റം GL അക്കൗണ്ട് ഏത് ബിസിനസ് ഏരിയ ആയിട്ട് കണക്ട് ആകുന്നത്, നിങ്ങളുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷനോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലൈനോ എന്താണ് നിങ്ങളുടെ ബിസിനസ് ഏരിയ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ആ ബിസിനസ് ഏരിയ നിങ്ങൾക്ക് അവിടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ബിസിനസ് ഏരിയ ഉപയോഗിക്കാത്തൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ നിങ്ങൾ ആ ഫീൽഡ് ബ്ലാങ്ക് ആയിട്ട് തന്നെ വിട്ടാൽ മതി. അത് റിക്കോർഡ് ആണെങ്കിൽ അത് ഉപയോഗിക്കണം, റിക്കോർഡ് അല്ല എങ്കിലും ബ്ലാങ്ക് ആയിട്ട് തന്നെ വിടുക. നെക്സ്റ്റ് കോസ്റ്റ് എലമെൻ്റ് ആണ്. കോസ്റ്റ് എലമെൻറ്റിൽ നിങ്ങൾക്ക് കോസ്റ്റ് സെൻറ്റേഴ്സോ പ്രോഫിറ്റ് സെൻറ്റേഴ്സോ ഇൻറ്റേർണൽ ഓർഡറോ WS എലമെൻറ്റോ ഇതിലേതെങ്കിലും ഒരു ഫാക്ടർ എൻ്റർ ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ ബാലൻസ് ഷീറ്റ് അക്കൗണ്ടാണ് നിങ്ങൾ എൻ്റർ ചെയ്തെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചോദിക്കില്ല. അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസോ ഇൻകം ആണെങ്കിൽ ചോദിക്കില്ല. പക്ഷേ നിങ്ങൾ പ്രൈമറി കോസ്റ്റ് എന്ന കാറ്റഗറി, അതായത് നിങ്ങൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നെങ്കിൽ നമ്മൾ നോർമലി പറയുന്ന കാറ്റഗറി അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്ന അക്കൗണ്ടുകളാണെങ്കിൽ നിർബന്ധമായും ഒരു കോസ്റ്റ് സെൻറ്റർ നിങ്ങൾ ഡിഫൈൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അല്ലെങ്കിൽ ഏത് പ്രൊഡക്ഷൻ ലൈനിലേക്കാണ് അല്ലെങ്കിൽ ഏത് നമ്മുടെ പ്രൊജക്റ്റുകളിലേക്കാണ് അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ നമ്മൾ കൊടുക്കണം എങ്കിൽ മാത്രമേ സിസ്റ്റത്തിന് കോസ്റ്റ് മാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഈ ഒരു വാല്യൂ കൂടെ സിസ്റ്റം ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു വാല്യൂ കൊടുക്കുന്നത്. ഇത്രയാണ് ഒരു ഡോക്യുമെൻറ്റ് പ്രോസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടോട്ടലി ആവശ്യം വരുന്നത്. അതിനുശേഷം നമുക്ക് എൻ്റർ കീ കൊടുക്കുമ്പോൾ സിസ്റ്റം വാലിഡേഷൻ ചെക്ക് ചെയ്യും. വാലിഡേഷൻ മീൻസ് ഡാറ്റ വാലിഡേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത കോളങ്ങൾ എല്ലാ റിക്വയർഡ് ഫീൽഡും ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് സിസ്റ്റം ചെക്ക് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. അത് നിങ്ങൾ ഫൈനലി എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോഴാണ് സിസ്റ്റം അത് ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഡോക്യുമെൻറ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടി വേണ്ടത്. അതിനുശേഷം നമ്മൾ ഡോക്യുമെൻറ്റ് സിമുലേറ്റ് ചെയ്യും. ഡോക്യുമെൻറ്റ് സിമുലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ അത് എന്താണ് ആക്ച്വലി പോസ്റ്റ് ആകുന്നതിൻ്റെ ഓവർവ്യൂ ആണ് നിങ്ങൾക്ക് സിമുലേഷനിൽ കിട്ടുക. അപ്പം ഡെബിറ്റ് വാല്യൂ എന്താണ്, ക്രെഡിറ്റ് വാല്യൂ എന്താണ്, ഈ ഒരു ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. എത്ര ലൈൻ ഐറ്റങ്ങളുണ്ട്, ആ ലൈൻ ഐറ്റത്തിൽ ഓരോ ലൈൻ ഐറ്റം നിങ്ങൾ എന്താണ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അത് എന്തൊരു തരം ഡോക്യുമെൻ്റാണ്, ഇങ്ങനെയുള്ള കാര്യം. പക്ഷേ ഡോക്യുമെൻറ്റ് സിമുലേഷൻ ഡോക്യുമെൻറ്റ് നമ്പർ ജനറേറ്റ് ആകില്ല. നിങ്ങൾ ഫൈനലി ഡോക്യുമെൻറ്റ് പാർക്ക് ചെയ്യുമ്പോഴോ പോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഡോക്യുമെൻറ്റ് നമ്പർ ജനറേറ്റ് ആവുകയുള്ളൂ. അപ്പം സിമുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് ഫൈനലി പ്രസ് ചെയ്ത് തൊട്ട് മുമ്പ് നമുക്ക് ആ ഡോക്യുമെൻ്റ് ഒന്ന് കാണാം. നമുക്കവിടെ അതിനുശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ബാക്ക് പോയി നിങ്ങൾക്കത് മാറ്റം വരുത്തുകയും ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് 3 തരത്തിൽ ഡോക്യുമെൻറ്റിനെ പ്രസ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റിനെ പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിനെ നിങ്ങൾക്ക് ഫൈനലി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പാർക്കിംഗ് എന്ന് മീൻസ് ഇതൊരു നോൺ അക്കൗണ്ട് ഡോക്യുമെൻ്റ് ആണ്. ഹോൾഡിംഗ് എന്ന് പറയുന്നത് നോൺ അക്കൗണ്ട് ഡോക്യുമെൻ്റ് ആണ്. പാർക്കിങ്ങിൽ നിങ്ങൾ FB 50 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡോക്യുമെൻറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം, അതായത് എല്ലാ ഡെബിറ്റ് വാല്യൂം എല്ലാ ക്രെഡിറ്റ് വാല്യൂം എൻ്റർ ചെയ്ത് നിങ്ങൾ ഡോക്യുമെൻറ്റ് ഓക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി ആയിട്ട് ആ ഡോക്യുമെൻറ്റ് പാർക്ക് ചെയ്ത് വെച്ചിട്ട്
നിങ്ങൾക്കൊരു മേക്കർ ചെക്കർ എന്ന കോൺസെപ്റ്റൊക്കെ റൺ ചെയ്യുന്നൊരു കമ്പനിയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡാറ്റ എൻട്രി ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്കൊരു സീനിയർ ഓഫീസറുണ്ട്, അയാളാണ് ഡോക്യുമെൻ്റ് ഫൈനലി വെരിഫൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് പാർക്ക് ചെയ്യും. അല്ല നിങ്ങൾ തന്നെയാണ് ഡോക്യുമെൻ്റ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്കൊരു സെക്കൻഡ് ഒരു തവണ കൂടി ഒന്ന് വെരിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്യുമെൻ്റ് പാർക്ക് ചെയ്യാം. ഇനി അങ്ങനെയല്ല, നിങ്ങളൊരു ടെമ്പററി ഡോക്യുമെൻ്റാണ് പ്രിപ്പയർ ചെയ്തത്, നിങ്ങൾക്ക് ആ ഡോക്യുമെൻ്റ് ഇപ്പോൾ നിങ്ങളത് പ്രോസസ്സ് ചെയ്യുന്നില്ല, മീൻസ് നമ്പറും നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഹോൾഡ് ചെയ്ത് വെക്കാം. ഡോക്യുമെൻ്റ് ഹോൾഡ് ചെയ്ത് വെക്കും, ഡെബിറ്റ് ക്രെഡിറ്റ് മാച്ച് ആകണം നിർബന്ധമില്ല. അവിടെ സിസ്റ്റം നമ്പറും ജനറേറ്റ് ചെയ്യില്ല, ഡോക്യുമെൻ്റ് നമ്പറും ജനറേറ്റ് ചെയ്ത് തരില്ല. നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻറ്റേർണൽ നമ്പറാണ് അവിടെ ഉപയോഗിക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ പോസ്റ്റ് എ ഡോക്യുമെൻ്റ് ആണ്. പോസ്റ്റ് എ ഡോക്യുമെൻ്റ് മീൻസ് നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ലെവൽ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത ട്രാൻസാക്ഷൻ ലെവൽ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. മീൻസ് നിങ്ങളിത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്ത് ഓക്കെ ആണ്. ഡോക്യുമെൻ്റ് ഫൈനലി നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ റിപ്പോർട്ടുകളെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വിധത്തിൽ നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റിനെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനെയാണ് ഡോക്യുമെൻ്റ് പോസ്റ്റിംഗ് എന്ന് പറയുക. പ്രത്യേകം ശ്രദ്ധിക്കണം, SAPയിൽ വൺസ് ഒരു ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ ഡോക്യുമെൻറ്റിനെ എഡിറ്റ് ചെയ്യാൻ പെർമിഷനില്ല. ലിമിറ്റഡായ സ്പേസുകൾ മാത്രമേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നറേഷൻ ഫീൽഡുകളും റെഫറൻസ് ഫീൽഡുകളും മാത്രമേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല. നിങ്ങൾക്ക് ഡിലീഷൻ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കില്ല, റിവേഴ്സൽ ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിരിക്കുകയുള്ളൂ. റിവേഴ്സൽ ഓപ്ഷൻ ഡോക്യുമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്നില്ല, ഡോക്യുമെൻ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ഡോക്യുമെൻറ്റിനെ പ്രോസസ്സ് ചെയ്തിട്ട് ആ ഡോക്യുമെൻറ്റിൻ്റെ അക്കൗണ്ടിങ് എഫക്റ്റിനെ റിവേഴ്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ SAPയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡോക്യുമെൻറ്റ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് വളരെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്കൊരു ഡോക്യുമെൻറ്റിലേക്ക് പോകാം. ഞാനൊരു സാമ്പിൾ ഡോക്യുമെൻറ്റ് നിങ്ങളെ കാണിക്കാം. സാമ്പിൾ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ഇൻവോയ്സ് ആണ്. അപ്പോൾ ഒരു ഇൻവോയ്സ് FB50 പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ നോർമലി അത് FB50 പോസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു സാമ്പിൾ എന്ന രീതിയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് AI ഡ്രാഗൺ ഫ്ലൈ എന്നൊരു കമ്പനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻസ് സർവീസ് ലിമിറ്റഡിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തൊരു ഒരു ഇൻവോയ്സ് ആണ്. അപ്പോൾ അവിടെ AI സിമ്പോസിയം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റാഫ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്തതാണ്. 75,000 രൂപയാണ് ഇൻവോയ്സ് വാല്യൂ. ഡേറ്റ് 25 ഏപ്രിൽ 2026 ഇൻവോയ്സ് നമ്പർ കൊടുത്തിരിക്കുന്നത് 10654 ആണ്. അപ്പോൾ ഞാനിതിന് എന്തുകൊണ്ട് ഇതിന് GL അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ടൊരു കാര്യം ഇതാണ്. ഇത് നമ്മളൊരു സിമ്പോസിയം കണ്ടക്ട് ചെയ്തപ്പോൾ നമ്മുടെ സ്ഥിരം വെണ്ടർ അല്ല ഈ ഒരു പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഡെബിറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ട് സ്റ്റാഫ് ട്രെയിനിങ് എന്ന് പറയുന്ന അക്കൗണ്ടാണ്. ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ട് 75,000. ക്രെഡിറ്റ് ചെയ്യുന്നത് ഞാൻ വെണ്ടറല്ല ക്രെഡിറ്റ് ചെയ്യുന്നത്, കാരണം ഇതൊരു എൻ്റെ പെർമനൻറ്റ് വെണ്ടറല്ല. അതുപോലെ തന്നെ ഇത് ഞാനൊരു ഇൻവോയ്സ് പ്രോസസ്സിൽ കൂടെ ഇത് പ്രോസസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മീൻസ് ഒരു ജസ്റ്റ് എന്നുള്ള സാമ്പിൾ എന്ന രീതി ഞാനത് ചെയ്യുന്നില്ല. അതിന് പറഞ്ഞ് ഞാനത് ഈ ഒരു ഐറ്റം ഞാൻ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുന്ന ടൈപ്പിന് പകരം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ത്രൂ ആണ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ എനിക്കത് GL അക്കൗണ്ട് ഡോക്യുമെൻ്റ് ത്രൂ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ക്രെഡിറ്റ് ചെയ്യുന്ന ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു ഇൻവോയ്സ് നമുക്ക് ഇതുവഴി നമ്മുടെ ഡോക്യുമെൻ്റ് GL ഡോക്യുമെൻ്റ് വഴി എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം അല്ല ഇവിടെ അക്കൗണ്ട് പേയബിൾ അക്കൗണ്ടാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വെണ്ടർ നേരിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഇത് FB50 ത്രൂ പ്രോസസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഞാൻ FB60 എന്ന ഡോക്യുമെൻ്റ് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സർവീസ് ഇൻവോയ്സ് ആയതുകൊണ്ട്. മെറ്റീരിയൽ ഇൻവോയ്സ് ആണെങ്കിൽ അതിന് മറ്റൊരു ഡോക്യുമെൻ്റാണ്. ഓക്കെ, നമുക്ക് ഡോക്യുമെൻറ്റിലേക്ക് പോകാം. അപ്പോൾ ഈ ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഡോക്യുമെൻറ്റിലേക്ക് പോകുന്നു. ഡോക്യുമെൻ്റ് ഡേറ്റ് 25/4. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇവിടെ ഹെൽപ്പ് അവൈലബിൾ ആയിരിക്കും. ആ ഹെൽപ്പ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ 25/4 ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. 25/4 ഞാൻ സെലക്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് കറൻസി കോളത്തിൽ ടാബ് കൊടുത്ത് കറൻസി കോളത്തിലേക്ക് പോകും. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ കറൻസി നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റ് INR തന്നെ ആയതുകൊണ്ട് ഞാൻ കറൻസി സ്വിച്ച് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കമ്പനി കോഡ് കറൻസിയിൽ തന്നെ ഡോക്യുമെൻറ്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പോസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 27/4 ഞാൻ ഡോക്യുമെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നെങ്കിലും എനിക്ക് ഈ ഡോക്യുമെൻറ്റ് ആക്ച്വലി 25/4 ആയതുകൊണ്ട് ഞാൻ തിരിച്ച് 25/4 എനിക്ക് ഡോക്യുമെൻറ്റ് മാറ്റാൻ പറ്റും. അപ്പോൾ അത് ഈ ഡേറ്റുകൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് രീതി എൻ്റർ ചെയ്യാം. ഒന്നുകിൽ ഈ ഡേറ്റ് കലണ്ടർ ഹെൽപ്പ് വെച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റ് വിത്തൗട്ട് സെപ്പറേറ്റർ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 25/04/2026 എന്ന രീതിയിൽ നിങ്ങൾക്ക് വിത്തൗട്ട് സെപ്പറേറ്ററിലും നിങ്ങൾക്ക് ഈ ഡേറ്റ് ഉപയോഗിക്കാവുന്നതാണ്. റഫറൻസിൽ നമുക്ക് തന്നിരിക്കുന്ന ഡോക്യുമെൻ്റ് റഫറൻസ് എന്തെങ്കിലും ഉണ്ടോ അത് ഉപയോഗിക്കാം. ഇൻവോയ്സ് 10654. അപ്പോൾ
INV 10654 എന്നുപയോഗിക്കാവുന്നതാണ്. ഇൻവോയ്സിൽ നിന്ന് അത് റെഫറൻസ് അത് എടുത്തിട്ട് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഡോക്യുമെൻ്റ് ഹെഡർ ടെക്സ്റ്റിൽ എന്താണ് ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ പ്രോസസ്സ്. അപ്പോൾ സ്റ്റാഫ് ട്രെയിനിങ് ആണെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റാഫ് ട്രെയിനിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രമാറ്റിക്കലി കംപ്ലീറ്റ് ചെയ്യുന്നൊരു വേർഡ് ഇവിടെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റിനെ നിങ്ങൾക്ക് ബ്രീഫ് ചെയ്തിട്ട് നിങ്ങൾക്കത് നിങ്ങൾക്കും അത് പിന്നീട് ആ ഡോക്യുമെൻ്റ് കാണുന്ന ഒരാൾക്കും അത് കൺവേ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ഷോർട്ടൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ സ്റ്റാഫ് ട്രെയിൻ AISYMPOS സിംബോസ് എന്ന് കൊടുത്തതിന് ശേഷം മന്തും ഇയറും കൂടെ ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പം ഈസി ആയിട്ട് സ്റ്റാഫ് ട്രെയിനിങ് ആണ്, AI സിംപോസിയമാണ്, അതിനുശേഷം മന്ത് ഏപ്രിലാണ് നടന്നത്, 2026 ഡോക്യുമെൻ്റാണ് എന്ന രീതിയിൽ ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുത്തു. ഇത് നിങ്ങളുടെ കമ്പനി ഈ ഒരു കാര്യങ്ങളിൽ കമ്പനി നിങ്ങളെ അഡ്വൈസ് ചെയ്യും. കാരണം ഡോക്യുമെൻ്റ് ഹെഡർ ടെക്സ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ലൈനേറ്റർ ടെക്സ്റ്റും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓഡിറ്റിംഗ് സൈഡിൽ ഈ ഡോക്യുമെൻറ്റിനകത്ത് നമ്മുടെ ഓഡിറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ഡോക്യുമെൻ്റ് ടെക്സ്റ്റുകൾ കൂടി അവർ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ അതിനെ ഏറ്റവും മീനിങ് ഫുള്ളായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി എങ്ങനെയാണോ അത് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങളത് ഡിഫൈൻ ചെയ്യണം. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് GL അക്കൗണ്ടിലേക്ക് വരാൻ വേണ്ടി പറ്റും. GL അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ഡെബിറ്റ് ചെയ്യുന്നു, എന്ത് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്കിവിടെ ഡെബിറ്റ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ച പോലെ സ്റ്റാഫ് ട്രെയിനിങ് ആണ്. അപ്പോൾ സ്റ്റാഫ് ട്രെയിനിങ് GL അക്കൗണ്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് സെർച്ച് ബട്ടൺ കൊടുത്താൽ മതി. സെർച്ച് ബട്ടൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് GL അക്കൗണ്ട് ലിസ്റ്റ് വരും. GL അക്കൗണ്ട് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ GL അക്കൗണ്ട് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നമ്പർ അറിയില്ല എങ്കിൽ. അപ്പം അത് വലിയ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു ഐറ്റം സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ 520000 എന്ന് GL അക്കൗണ്ട് നമ്പറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്പർ നിങ്ങൾക്ക് അവിടെ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ അറിയാമെങ്കിൽ നേരിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. രണ്ട് രീതി ഉപയോഗിക്കാം. നിങ്ങൾക്ക് നമ്പർ അറിയാമെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റഡ് ലിസ്റ്റുകളുണ്ട്. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ നേരിട്ട് ടൈപ്പ് ചെയ്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിസ്റ്റ് സെർച്ച് ചെയ്ത് ഉപയോഗിക്കാം. ഡെബിറ്റ് ക്രെഡിറ്റ് ഇൻഡിക്കേറ്റർ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ആ ഡെബിറ്റ് ക്രെഡിറ്റ് ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുക. ഡെബിറ്റ് ലൈൻ ഐറ്റമാണ്. ലൈനേറ്റഡ് ടെക്സ്റ്റ് ഇപ്പോൾ വരാത്തതിൻ്റെ കാരണം ഞാനിവിടെ എൻ്റർ കീ കൊടുത്താൽ മാത്രമേ സിസ്റ്റം അത് കാണിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റർ കീ കൊടുക്കാൻ നമുക്കിപ്പോൾ പറ്റില്ല. കാരണം ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുള്ളൂ. അപ്പോൾ ടാബ് കൊടുത്ത് തന്നെ മുന്നോട്ട് പോവുക. എമൗണ്ട് എത്രയാണെന്ന് പറയാം. 75,000 ആണ് എമൗണ്ട്. ടാബ് കൊടുത്ത് മുന്നോട്ട് പോവുക. അസൈൻമെൻറ്റ് കോളത്തിൽ നമ്മളിപ്പോൾ ഒന്നും ഫില്ല് ചെയ്യുന്നില്ല. നമ്മൾ സിസ്റ്റം ഫില്ല് ചെയ്യുന്ന അസൈൻമെൻറ്റ് ഡീറ്റെയിൽസാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകാം. വാലിഡേറ്റ് നമുക്ക് ബാങ്കുകളുടെ കേസിൽ മാത്രമേ വാലിഡേറ്റ് ആവശ്യമുള്ളൂ. അതായത് GL അക്കൗണ്ട് ബാങ്ക് ആണെങ്കിൽ മാത്രമേ നമുക്ക് വാലിഡേറ്റ് ആവശ്യമുള്ളൂ. നോർമലി ഇത് പേയ്മെൻറ്റ് ഡോക്യുമെൻ്റ് അല്ലല്ലോ. അപ്പോൾ അത് നമുക്ക് വാലിഡേറ്റ് ആവശ്യമില്ല. ടാബ് കൊടുത്ത് മുന്നോട്ട് പോകുക. ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് ഫീൽഡിൽ നിങ്ങൾക്ക് ഇവിടെ 50 ക്യാരക്ടർ വരെ ലൈനായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടും. ടെക്സ്റ്റ് മീൻസ് ലൈനായിട്ട് ടെക്സ്റ്റ് ആണ്. 50 ക്യാരക്ടേഴ്സ് വരെ നിങ്ങൾക്ക് ലൈനായിട്ട് ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ലൈനായിട്ട് ടെക്സ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. രണ്ട് രീതിയിലുള്ള ലൈനായിട്ട് ടെക്സ്റ്റുകൾ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇൻറ്റേർണൽ ടെക്സ്റ്റും എക്സ്റ്റേണൽ ടെക്സ്റ്റും. ഇൻറ്റേർണൽ ടെക്സ്റ്റ് മീൻസ് നിങ്ങൾ നോർമൽ സിമ്പിളി ടെക്സ്റ്റ് മാത്രം എൻ്റർ ചെയ്യുന്ന രീതിക്കാണ് ഇൻറ്റേർണൽ ടെക്സ്റ്റ് എന്ന് പറയുക. നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് മറ്റെവിടെയെങ്കിലും ഷോ ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതൊരു കസ്റ്റമർ ഇൻവോയ്സ് ആണ്. അപ്പോൾ കസ്റ്റമർ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കസ്റ്റമർ ഇൻവോയ്സിൽ ടെക്സ്റ്റ് കാണിക്കണം. അല്ലെങ്കിൽ പിന്നീട് വരുന്ന റണ്ണിങ് ലെറ്റേഴ്സിൽ കാണിക്കണം. അല്ലെങ്കിൽ പേയ്മെൻറ്റ് അഡ്വൈസിൽ കാണിക്കണം. അല്ലെങ്കിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹാഷ്ട്രിക്ക് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഹാഷ്ട്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിൽ അത് കാണിക്കില്ല. നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്ന ടെക്സ്റ്റിൽ അത് കാണിക്കില്ല. അതവിടെ വരണം എന്ന രീതിയിലുള്ള മാത്രമേ നിങ്ങൾ സിസ്റ്റത്തെ അഡ്വൈസ് ചെയ്യുന്ന രീതിയാണ് ഇത്. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ടെക്സ്റ്റ് കൊടുത്താൽ മതി. ഇത് FI ഓൺലി ആണ്. മീൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ FIയിൽ മാത്രമേ കിട്ടുള്ളൂ. ബാക്കി MMൽ ഈ ഫീച്ചർ അവൈലബിൾ ആയിരിക്കില്ല. അപ്പം ഞാൻ ഇവിടെ കൊടുക്കുന്നത് AI സിംബോസിയമാണ്, സ്റ്റാഫ് ട്രെയിനിങ് ആണ്. അപ്പം ആ ടെക്സ്റ്റാണ് ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനതിന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കൊടുക്കാം. 50 ക്യാരക്ടേഴ്സ് ഉണ്ട്. 50 ക്യാരക്ടർ സ്പേസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കിവിടെ കാണുന്നില്ലെങ്കിൽ ഈ ലൈനായിട്ട് മൂവ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെ വിഡ്ത്ത് കൂട്ടി കൊടുത്താൽ നിങ്ങൾക്കത് ചെയ്യാൻ സൗകര്യമായിരിക്കും. അപ്പോൾ ഞാനിവിടെ സ്റ്റാഫ് ട്രെയിനിങ്
സിമ്പോസിയം ഏപ്രിൽ 2026 എന്ന് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് മീനിങ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. 50 ക്യാരക്ടേഴ്സ് വരെയുള്ള ക്യാരക്ടർ സ്പേസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എനിക്ക് കൊടുക്കാനുള്ളത് ഇവിടെ ലൈനേറ്റത്തിൽ നിങ്ങൾക്ക് കമ്പനി കോഡ് ഡീറ്റെയിൽസ് കാണാം. പിന്നെയുള്ളത് ബിസിനസ് ഏരിയ ആണ്. ബിസിനസ് ഏരിയ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കമ്പനി നിങ്ങളുടെ എൻറ്റിറ്റി ബിസിനസ് ഏരിയ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ബിസിനസ് ഏരിയ എന്നാൽ ജോഗ്രഫി, ലൊക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ ലൈന് എന്താണോ നിങ്ങളുടെ ബിസിനസ് ഏരിയ ആയിട്ട് നിങ്ങൾ കമ്പനി ഡിഫൈൻ ചെയ്ത് ആ കാര്യം നിങ്ങൾ കമ്പനി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഏരിയ ഇവിടെ എൻ്റർ ചെയ്യണം. അത് കമ്പനിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്, റിക്വയർഡ് ഫീൽഡായിരിക്കും. അത് എൻ്റർ ചെയ്യാതെ നിങ്ങളെ പ്രൊസീഡിയർ സിസ്റ്റം സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെ തൽക്കാലം ഞാൻ എൻ്റെ കമ്പനി കോഡിൽ ഞാൻ ബിസിനസ് ഏരിയ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് റിക്വയർഡ് ആണെങ്കിൽ മാത്രം ഫില്ല് ചെയ്യുക, ഇല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് കോസ്റ്റ് എലമെൻറ്റ്. അത് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന അക്കൗണ്ടിന് കോസ്റ്റ് എലമെൻറ്റ് റിക്വയർഡ് ആണെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതായത് നിങ്ങൾ ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് എലമെൻറ്റ് ആവശ്യമില്ല. കാരണം ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റുകളെയല്ല, ബാലൻസ് ഷീറ്റിനെയല്ല റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ P&L സ്റ്റേറ്റ്മെൻറ്റ് റെഫറൻസിലെ ആണ്, അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആണ് കോസ്റ്റ് എലമെൻറ്റുകൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് അക്കൗണ്ടുകൾക്ക് കോസ്റ്റ് എലമെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ പക്ഷേ ഇതൊരു P&L അക്കൗണ്ടാണ്. അപ്പോൾ അതോടെ പ്രൈമറി കോസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണോ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണോ എന്നാണ് അടുത്ത് നോക്കേണ്ടത്. ഇത് ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് സെൻറ്റർ ആവശ്യമുണ്ട്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് കോസ്റ്റ് സെൻറ്റർ കൊടുക്കാം, ഇനി നിങ്ങൾ റവന്യൂ ആണ് പോസ്റ്റെങ്കിൽ പ്രോഫിറ്റ് സെൻറ്റർ കൊടുക്കാം, ഇൻറ്റേർണൽ ഓർഡർ കൊടുക്കാം, അല്ലെങ്കിൽ WBS എലമെൻറ്റ് കൊടുക്കാം. റവന്യൂ മാത്രമാണെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് സെൻറ്റർ ഉപയോഗിക്കുള്ളൂ. ബാക്കി എല്ലാ കേസിലും കോസ്റ്റ് സെൻറ്ററോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഡർ WBS എലമെൻറ്റ് പോലുള്ള ഫാക്ടേഴ്സ്, മീൻസ് നിങ്ങൾ എന്തൊക്കെ കോൺഫിഗർ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ, അല്ലെങ്കിൽ എന്തൊക്കെ മോഡലായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചാണ് നിങ്ങൾ കോസ്റ്റ് എലമെൻറ്റ് ഡിഫൈൻ ചെയ്യേണ്ടത്. പക്ഷേ എനിവേ കോസ്റ്റ് സെൻറ്ററാണ് കോമൺ ആയിട്ട് കൊടുക്കുന്ന എലമെൻറ്റ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഞാൻ കോസ്റ്റ് എലമെൻറ്റ് ഞാനിവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കമ്പനി കോഡിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ആ കോസ്റ്റ് എലമെൻറ്റ്. നിങ്ങൾക്ക് റാൻഡം വാല്യൂസ് ഒന്നും ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ച കോസ്റ്റ് സെൻറ്റർ, മീൻസ് ഈ ഒരു എക്സ്പെൻസ് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു ആ ഡിപ്പാർട്ട്മെൻറ്റ് പേര്. അപ്പോൾ ഞാനത് ജനറൽ എക്സ്പെൻസ് ആയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്, ജനറൽ കോസ്റ്റ് സെൻറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഒരു ലൈൻ ഐറ്റത്തിൽ ആവശ്യമുള്ളത്. നെക്സ്റ്റ് ഞാൻ ക്രെഡിറ്റ് ലൈൻ ഐറ്റത്തിലേക്ക് വരുന്നു. അവിടെ ഞാൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. അപ്പോൾ എനിക്ക് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലൈൻ ഐറ്റം അറിയില്ലെങ്കിൽ, ആ ഒരു GL അക്കൗണ്ട് നമ്പർ അറിയില്ലെങ്കിൽ സെർച്ച് ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്ന അക്കൗണ്ട് കണ്ടുപിടിക്കുക. അപ്പോൾ 210000 ആണ്, ക്രെഡിറ്റ് ലൈൻ ഐറ്റം ആണ്. എനിക്ക് ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റ് ലൈൻ ഐറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ എനിക്ക് പിന്നീട് മറ്റൊന്ന് എൻ്റർ ചെയ്യാനില്ല എങ്കിൽ എനിക്ക് എമൗണ്ട് കൊടുത്ത് ജസ്റ്റ് സ്റ്റാർ കൊടുത്ത സിസ്റ്റം അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ് ചെയ്ത് തരും. അതുപോലെ തന്നെ മീൻസ് നമ്മുടെ ടോട്ടൽ ലാസ്റ്റ് എമൗണ്ട് ആണ്. അവിടെ നിങ്ങൾക്ക് ഇനി ടോട്ടൽ ഡെബിറ്റുകളുടെയും ക്രെഡിറ്റുകളുടെയും ഡിഫറൻസ് ആണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് സ്റ്റാർ കൊടുത്താൽ സിസ്റ്റം അത് ഫില്ല് ചെയ്ത് തരും. ഇനി ടെക്സ്റ്റ് കൊടുത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് ആ ലൈൻ ഐറ്റം ടെക്സ്റ്റ് എന്താണോ അതാണ് കൊടുക്കേണ്ടത്. അപ്പം മോഡൽ ടെക്സ്റ്റ് മാത്രം സെയിമായിട്ട് അത് തന്നെ ഫില്ല് ചെയ്താൽ മതി. ജസ്റ്റ് പ്ലസ് കീ കൊടുത്താൽ മതി, സിസ്റ്റം അത് ഫില്ല് ചെയ്തോളും. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഈ ലൈൻ ഐറ്റത്തിന് കോസ്റ്റ് സെൻറ്റർ ആവശ്യമില്ല, കാരണം ഇതൊരു ബാലൻസ് ഷീറ്റ് ഐറ്റമാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഐറ്റത്തിന് നമുക്ക് കോസ്റ്റ് സെൻറ്റർ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, കോസ്റ്റ് സെൻറ്റർ ഫില്ല് ചെയ്യേണ്ട, നിങ്ങൾക്കത് കൊടുക്കാനും പറ്റില്ല. കാരണം ഇതൊക്കെ ഡാറ്റ നിങ്ങൾക്ക് ബാക്ക് എൻഡിൽ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റുകൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഫറൻസ് അനുസരിച്ചാണ് നിങ്ങളെ യൂസേഴ്സിനെ വളരെ രീതിയിൽ സഹായിക്കുന്നുണ്ട് ഈ SAP സിസ്റ്റം. കുറേ കാര്യങ്ങളെ അങ്ങനെ പ്രീ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നൊക്കെ സിസ്റ്റം പറയുന്നുണ്ട്. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇത് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നമുക്കിത് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ആദ്യമൊക്കെ കാണുമ്പോൾ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, കാരണം ഒരുപാട് ഫീൽഡുകൾ ഒരുപാട് വാല്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ ഒരു 10 ഡോക്യുമെൻ്റൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ FB ഫൈസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ കറക്റ്റ് കോൺസെപ്റ്റ് കിട്ടും. ഏതിനൊക്കെ ഇത് കോസ്റ്റ് സെൻറ്റർ വേണം, ഏതിനൊക്കെ WBS എലമെൻറ്റ് വേണം, ഏതിനൊക്കെ ഇൻറ്റേർണൽ ഓർഡർ ഉപയോഗിക്കണം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടും. ഏതിനൊക്കെ വേണ്ട എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഈ ഡോക്യുമെൻറ്റ് പ്രൊസസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ 1-2 തവണ ഡോക്യുമെൻറ്റ് പ്രൊസസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് ഡോക്യുമെൻറ്റ് ചെയ്യാൻ മാക്സിമം വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയറിയാം, ഇവിടെ ഇപ്പം സിസ്റ്റം ബാലൻസ് ഞാൻ അറിയുന്ന ബാലൻസ് ഈക്വൽസ് 0, മീൻസ് ടോട്ടൽ ഡെബിറ്റും ക്രെഡിറ്റും വന്നില്ല എങ്കിലും രണ്ടിലും 0 ആയതുകൊണ്ട് ബാലൻസ് ഈക്വൽ 0 എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡാറ്റ ചെക്ക് ചെയ്തിട്ടില്ല. ഞാനത് എൻ്റർ കീ കൊടുക്കുമ്പം സിസ്റ്റം ലൈൻ ഐറ്റം ചെക്ക് ചെയ്തിട്ട് 2 ലൈൻ ഐറ്റത്തിലും ടിക്ക് ഇടുന്നുണ്ട്. ലൈൻ ഐറ്റം ഓക്കെയാണ്. ഈ 2 ലൈൻ ഐറ്റം ഡാറ്റ വാലിഡേഷൻ റൺ ചെയ്തു, അതായത് എല്ലാ റെക്കോർഡ് ഫീൽഡ് ഞാൻ ഫില്ല് ചെയ്തു എന്നാണ് സിസ്റ്റം പറയുന്നത്. ഞാൻ ചെയ്ത ട്രാൻസാക്ഷൻ കറക്റ്റാണ് എന്നല്ല, ഞാൻ എല്ലാ റെക്കോർഡ് ഫീൽഡിലും ഫില്ല് ചെയ്തു എന്നുള്ളതാണ്. ചെയ്ത ട്രാൻസാക്ഷനിൽ ഉപയോഗിച്ച GL അക്കൗണ്ട് കറക്റ്റാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. സിസ്റ്റം അതൊരിക്കലും ചെക്ക് ചെയ്ത് തരില്ല. ആ ഒരു കാര്യം SAPയിലില്ല. മീൻസ് അതങ്ങനെ ഉപയോഗിക്കുന്നില്ല SAP, ആ ഒരു കോൺസെപ്റ്റ് ഇല്ല.
ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഇവിടെ സ്റ്റാർ കൊടുത്ത സിസ്റ്റം അത് ഫില്ല് ചെയ്തു, ടെക്സ്റ്റ് കൊടുത്തത് പ്ലസ് കൊടുത്ത ടെക്സ്റ്റ് ഇത് ഫില്ല് ചെയ്തു. ബാക്കി ആവശ്യമില്ലാത്ത കോളങ്ങളൊക്കെ സിസ്റ്റം ഫ്രോസൺ ആക്കി മാറ്റി. സ്റ്റാഫ് ട്രെയിനിങ് എന്നുള്ള ഈ ടെക്സ്റ്റ് ഇവിടെ ഫില്ല് ചെയ്തു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും വന്നിട്ടുണ്ട്. നമ്മളെടുത്ത എൻട്രിയൊക്കെ ഇതൊക്കെ ഡാറ്റയൊക്കെ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്തു. കറൻസിയൊക്കെ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി എന്താണിത് പോസ്റ്റ് ആകാൻ പോകുന്നതെന്ന് കാണണം. അതൊരു പ്രിവ്യൂ വേണമെങ്കിൽ അതിന് നിങ്ങൾക്കിവിടെ സിമുലേറ്റ് എന്ന ഓപ്ഷനുണ്ട്. സിമുലേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഡോക്യുമെൻറ്റിൻ്റെ ഒരു ഓവർവ്യൂ കിട്ടും. ഒരു എസ്എ ഡോക്യുമെൻറ്റ്, അതായത് GL അക്കൗണ്ട് ഡോക്യുമെൻറ്റാണ് നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതെന്നും അതിൽ തന്നെ അതിൻ്റെ ഇയർ ഏതാണെന്നും അതിൻ്റെ പീരീഡ് ഏതാണെന്നും ഡേറ്റുകൾ, അതുപോലെ തന്നെ റെഫറൻസുകൾ, ഡെബിറ്റ് ചെയ്ത വാല്യൂ എന്താണ്, ക്രെഡിറ്റ് ചെയ്ത വാല്യൂ എന്താണ്, ഈ ഡീറ്റെയിൽസ് കിട്ടും. ഈ പോസ്റ്റിംഗ് കീ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നിങ്ങൾക്ക് ഇത് തിയററ്റിക്കൽ ആസ്പെക്റ്റാണ്. നിങ്ങൾക്കത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടാൽ മതി, അതിനകത്ത് അതുണ്ട്. പക്ഷേ യൂസർ ലെവലിൽ നിങ്ങൾക്കത് ആവശ്യമില്ല, സിസ്റ്റം തന്നെ ഇത് പോസ്റ്റ് ചെയ്തോളും. ഈ പോസ്റ്റിംഗ് കീയൊക്കെ ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ കമ്പനി ഓർഗനൈസേഷനിൽ നിങ്ങൾക്കത് തരും. എന്താണ് 40, എന്താണ് 50 എന്നൊക്കെ നിങ്ങൾക്ക് തരും. എങ്ങനെയാണ് ഡെബിറ്റ് ലൈൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതി, മീൻസ് പോസിറ്റീവ് ലൈനുകൾ ഡെബിറ്റ് ലൈനാണ്, നെഗറ്റീവ് ലൈൻ ഐറ്റംസ് ക്രെഡിറ്റ് ലൈനാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അസൈൻമെൻറ്റ് നമ്പർ ഇപ്പോൾ അസൈൻ ചെയ്തിട്ടുണ്ടാവില്ല, ഡോക്യുമെൻറ്റ് നമ്പർ ഇപ്പോൾ ഈ സ്റ്റേജിൽ അസൈൻ ചെയ്യില്ല. അത് ഡോക്യുമെൻറ്റ് നിങ്ങൾ ഫൈനലി പോസ്റ്റ് ചെയ്താൽ മാത്രമേ അസൈൻ ചെയ്യുള്ളൂ. നിങ്ങൾ മാനുവലി കൊടുത്തിരുന്നെങ്കിൽ അതിവിടെ കാണിച്ചേനെ. ഡോക്യുമെൻറ്റ് നമ്പർ നമ്മൾ മാനുവലി കൊടുക്കാറില്ല, അത് ഇൻറ്റേർണൽ നമ്പറിംഗ് ആണ്. അപ്പോൾ സിസ്റ്റമാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഓക്കെ ആണെങ്കിൽ എനിക്ക് ഒന്നുകിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് കൊടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് എസ്കേപ്പ് കീ കൊടുത്താലും മതി. നമുക്ക് തിരിച്ച് ഈ നമ്മുടെ ഡോക്യുമെൻ്റ് എൻട്രി ലെവലൊക്കെ തിരിച്ചു വരാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് പാർക്ക് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. പാർക്കിംഗ് എന്ന് പറയുന്നത് ഈ ഡോക്യുമെൻറ്റ് നിങ്ങൾ ഫൈനലി പോസ്റ്റ് ചെയ്യാൻ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. മീൻസ് നിങ്ങൾക്കത് പിന്നീട് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്യാനുള്ള പെർമിഷനില്ല, നിങ്ങൾക്ക് പാർക്കിംഗ് മാത്രമേ പെർമിഷൻ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കത് ഡോക്യുമെൻറ്റ് പാർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പാർക്കിംഗ് മീൻസ് ഇത് നോൺ അക്കൗണ്ടിങ് ഡോക്യുമെൻ്റായിട്ട് നിങ്ങളിത് പോസ്റ്റ് സേവ് ചെയ്യുന്നതിനാണ് പാർക്കിംഗ് എന്ന് പറയുക. നോൺ അക്കൗണ്ടിങ് ഡോക്യുമെൻ്റായിട്ട് ചെയ്തു വെക്കുന്നതാണ് ഹോൾഡിംഗ് എന്ന് പറയുക. പാർക്കിംഗ് എന്ന് പറയുമ്പം അത് നിങ്ങളുടെ സെർവറിൽ അവൈലബിൾ ആയിരിക്കും ഡോക്യുമെൻറ്റ്. ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ യൂസർ ലെവലിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിത് ഫൈനലി പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഞാനിവിടെ പോസ്റ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു. പോസ്റ്റ് കൊടുക്കുമ്പോൾ സിസ്റ്റം കൊണ്ട് താഴെ നിങ്ങൾക്ക് ഈ മെസ്സേജ് കിട്ടും. ഡോക്യുമെൻറ്റ് 10000 മീൻസ് മെനി സീറോസ് കഴിഞ്ഞ് ഒരു 1 മീൻസ് ആ ഡോക്യുമെൻറ്റ് നമ്മുടെ കമ്പനി കോഡിൽ പോസ്റ്റ് ആയിട്ടുണ്ടെന്ന് കാണിക്കും. നിങ്ങൾക്ക് ഈ പോസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു തൊട്ട് മുമ്പ് ചെയ്ത ഡോക്യുമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റിൽ ഡിസ്പ്ലേ എടുത്താൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ് കാണാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ സമയത്ത് ഡോക്യുമെൻറ്റ് നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ കാണാം. നിങ്ങൾ കൊടുത്ത ബേസിക് ഇൻഫർമേഷൻ, ലൈൻ ഐറ്റം ഇൻഫർമേഷൻ, 2 ലൈൻ ഐറ്റങ്ങളെ ഇവിടെ ഉള്ളൂ. അതാണ് 2 ലൈൻ ഐറ്റംസ് എന്ന് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്കൊരു ഡോക്യുമെൻറ്റിൻ്റെ ഇൻഫർമേഷൻ എടുക്കുമ്പോൾ മറ്റൊരു ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്. ഡോക്യുമെൻറ്റ് ഹെഡർ ഇൻഫർമേഷൻ, ലൈൻ ഐറ്റം ഇൻഫർമേഷൻ, ഈ 2 ഇൻഫർമേഷനാണ് ഒരു ഡോക്യുമെൻറ്റിൽ സാധാരണ ഉണ്ടാവുക. അപ്പം അത് ഹെഡർ ഇൻഫർമേഷൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡോക്യുമെൻറ്റ് ഹെഡർ ഇൻഫർമേഷൻ, നമ്മൾ കൊടുത്ത ഹെഡർ ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ റെഫറൻസുകൾ, ഡോക്യുമെൻറ്റ് ഡേറ്റുകൾ, പീരീഡുകൾ, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ടൈപ്പ് ട്രാൻസാക്ഷനാണ് ചെയ്തത്, ഏത് യൂസർ ലെവലിലാണ് നിങ്ങൾ ചെയ്തത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി ലൈൻ ഐറ്റം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ലൈൻ ഐറ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഈ ലൈൻ ഐറ്റം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലൈൻ ഐറ്റം ഇൻഫർമേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ കാണാൻ പറ്റും. ഇത് കോസ്റ്റ് സെൻറ്റർ അഗൈൻസ്റ്റ് പ്രോഫിറ്റ് സെൻറ്റർ പോസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അസൈൻമെൻറ്റ് നമ്പർ സിസ്റ്റം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലിമിറ്റഡ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ജസ്റ്റ് എഡിറ്റ് എന്ന് കൊടുത്താലും നിങ്ങൾ ക്രിട്ടിക്കലായ ഏരിയകളൊന്നും എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അസൈൻമെൻറ്റ് നമ്പർ, അതുപോലെ ടെക്സ്റ്റ് നറേഷൻ ഫീൽഡൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ലൈനായിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് വ്യൂയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ കോൾ അപ്പ് ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് തിരിച്ച് ഡോക്യുമെൻ്റ് വ്യൂയിലേക്ക് പോകാം. ഇനി തിരിച്ച് ലൈൻ ഐറ്റത്തിലേക്ക് പോകണമെങ്കിൽ ലൈൻ ഐറ്റം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലൈൻ ഐറ്റത്തിലേക്ക് പോകാം. അവിടെയും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വരുന്ന ഏരിയാസ് ലിമിറ്റഡ് ആണ്. തിരിച്ച് ഡോക്യുമെൻ്റ് കോളപ്പിലേക്ക് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ബാക്ക് കീ കൊടുത്താലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഹെഡർ വ്യൂ ആണെങ്കിൽ ഹെഡർ വ്യൂയിൽ നിങ്ങൾക്ക് നറേഷൻ കോളങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. നറേഷനും അല്ലെങ്കിൽ ഹെഡർ ടെക്സ്റ്റും റെഫറൻസും മാത്രമേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. SAP വൺസ് ഒരു ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്താൽ പിന്നെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ SAP പെർമിറ്റ് ചെയ്യുന്നില്ല. റിവേഴ്സൽ മാത്രമാണ് പെർമിറ്റ് ചെയ്യുന്നത്. റിവേഴ്സൽ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ട്രാൻസാക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം പോസ്റ്റ് ചെയ്യുന്ന രീതിക്കാണ് റിവേഴ്സൽ എന്ന് പറയുക. അത് മാത്രമാണ് SAP പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു FB50 ഒരു GL ഡോക്യുമെൻ്റ് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.